ഹായ് ഓൾ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ 7ാം ക്ലാസ് പാസ്സായ ഒരു വ്യക്തിയാണോ? അല്ലെങ്കിൽ 10th, അല്ലെങ്കിൽ 12th, അല്ലെങ്കിൽ ഡിഗ്രി, ഇതിലേതെങ്കിലും ഒന്ന് പാസ്സായ വ്യക്തികളാണോ? ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ളതാണ്. പിന്നെ നിങ്ങൾ 18നും 36നും ഇടയിലുള്ള വ്യക്തികളാണോ? ആണെങ്കിൽ തീർച്ചയായിട്ടും ഈവൻ ഒരുപക്ഷെ 41 വരെയുള്ളവർക്ക് പോലും ഇത് ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് PSC ജോലികളെക്കുറിച്ചാണ്. പബ്ലിക് സർവീസ് കമ്മീഷൻ നിങ്ങൾക്ക് തരുന്ന ജോലികളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കേൾക്കുമ്പോൾ തന്നെ സ്കിപ്പ് ചെയ്തു പോകേണ്ട കുറേ നല്ല കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. ഒന്ന്, നിങ്ങൾ ഇതിനെ ഒരു മുൻവിധിയോടുകൂടി സമീപിക്കാതിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തേത്. കാരണം നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുള്ളത് ചുറ്റുവട്ടങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ കുറേ നാൾ PSCക്ക് വേണ്ടിയിട്ട് ശ്രമിച്ച കുറേ ആൾക്കാരിൽ നിന്ന് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ, ഇതൊന്നും കിട്ടത്തില്ല, ഇതൊക്കെ വളരെ പാടാണ്, ഇതൊന്നും പഠിച്ചാൽ കിട്ടുന്ന കാര്യങ്ങളൊന്നുമല്ല, ഇനി റാങ്ക് ലിസ്റ്റിൽ വന്നാൽ പോലും ജോലി കിട്ടാൻ പോകുന്നില്ല, ഇങ്ങനെയൊക്കെയുള്ള കുറേ നെഗറ്റീവ് കാര്യങ്ങളായിരിക്കും നിങ്ങൾ PSCയെ കുറിച്ച് ധരിച്ചു വെച്ചിട്ടുള്ളത് അല്ലെങ്കിൽ കേട്ടിട്ടുള്ളത്. പക്ഷേ ഇതിൽ നിന്നൊക്കെ കുറേ വ്യത്യസ്തമായ ഒരു മുഖം തീർച്ചയായിട്ടും PSC ജോലികൾക്കുണ്ട്. ഒന്നാമത്തത്, 7ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള ഒരാൾക്ക് വേക്കൻസീസ് ഉണ്ട് ഇപ്പോഴും. ലാസ്റ്റ് ഗ്രേഡ് സെർവൻറ്റ് എന്ന് പറയുന്ന ഒരു വേക്കൻസി ഉണ്ട്. അത് ഏറ്റവും കൂടുതൽ ആളുകൾ, ലാർജ് നമ്പർ ഓഫ് വേക്കൻസീസ് വരുന്നതാണ്. അതുപോലെ 10th കഴിഞ്ഞവർക്ക് LDC, ലോവർ ഡിവിഷൻ ക്ലർക്ക് എന്ന് പറയുന്ന ഒരു ജോലി. ഇത് മാത്രമല്ല, മറ്റു പല ജോലികളുണ്ട്. പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വേക്കൻസീസ് വരുന്ന ജോബിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതിന് നിങ്ങൾ ജസ്റ്റ് 10ാം ക്ലാസ് പാസ്സായ ഒരാൾക്ക് പോലും ആ എക്സാമിനേഷൻ എഴുതാൻ സാധിക്കും. പിന്നെ യൂണിഫോം വേക്കൻസീസ്, അതായത് പോലീസിലേക്കുള്ള പോലീസ് കോൺസ്റ്റബിൾ, അല്ലെങ്കിൽ ഫയർഫോഴ്സ്, അല്ലെങ്കിൽ എക്സൈസ്, ഇങ്ങനെയൊക്കെയുള്ള ജോബിലേക്ക് 12th പാസ്സായാൽ മതിയാവും. പിന്നെ ഫിസിക്കൽ ഫിറ്റ്നസ് നോക്കും, 12th പാസ്സായാൽ മതിയാവും. പിന്നെ ഡിഗ്രി, നിങ്ങൾ ഏതെങ്കിലും ഒരു ഡിഗ്രി പാസ്സായവരാണെങ്കിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് പോലെയുള്ള ഹൈ ഗ്രേഡ് ജോബ്സ് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൽ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ചിന്തിക്കുന്നൊരു കാര്യം, ഒരുപാട് പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ഇതിന് വേണ്ടിയിട്ട് വേണ്ടേ എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഹാർഡ് വർക്ക് അല്ല സ്മാർട്ട് വർക്കാണ് വേണ്ടത് എന്നുള്ളത്. വളരെ സത്യസന്ധമായ ഒരു കാര്യമാണ്. നമ്മൾ കുറേ റാങ്ക് ഫയലൊക്കെ മേടിച്ച് റാങ്ക് ഫയൽ കാണുമ്പോൾ തന്നെ നമ്മുടെ തല കറങ്ങും. അപ്പോൾ എങ്ങനെ ഇത് തീർക്കും എന്നൊക്കെയുള്ള കുറേ സംശയങ്ങളുണ്ട്. പിന്നെ ജോലിയോടുകൂടി എനിക്കിത് തീർക്കാൻ പറ്റുമോ? തീർക്കാൻ പറ്റും. വളരെ ഈസി ആയിട്ട് അത് തീർക്കാൻ പറ്റും. ഈസി ആയിട്ട് നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ കയറുകയും 100 200 റാങ്ക് ലിസ്റ്റുകളൊക്കെ വരികയും നിങ്ങൾക്ക് ഉറപ്പായിട്ട് ജോലി ലഭിക്കുകയും ചെയ്യും. മറ്റുള്ളവർ പറഞ്ഞ്, ഒരുപക്ഷെ നിങ്ങളുടെ കഴിവിനെ മറ്റുള്ളവർക്ക് അളക്കാൻ കഴിയത്തുള്ളൂ, നിങ്ങളുടെ കഴിവിനെ നിങ്ങൾക്ക് മാത്രമേ അളക്കാൻ കഴിയത്തുള്ളൂ. നിങ്ങളുടെ ചില റിസൾട്ട് വെച്ചിട്ടാണ് മറ്റുള്ളവർ നിങ്ങളെ വാല്യൂ ചെയ്യുന്നത്. അത് വെച്ചിട്ട് ഒരിക്കലും നിങ്ങൾക്ക് കിട്ടാവുന്ന ഒരു നല്ല ചാൻസ് നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല. ഇനി ഇത് കിട്ടാൻ എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്? ഒന്ന്, നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. രണ്ടാമത്, നിങ്ങൾക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ളൊരു സ്റ്റഡി പ്ലാൻ വേണമെന്നുള്ളതാണ്. അതെങ്ങനെയാണ് പ്രോപ്പറായിട്ടുള്ളൊരു സ്റ്റഡി പ്ലാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡ് ഞാൻ പറയാം. ആദ്യമേ തന്നെ നമ്മൾ ഒരു എക്സാമിനേഷൻ്റെ സിലബസ് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഏതൊക്കെ ടോപ്പിക്കാണ് വരുന്നത് എന്നുള്ളത് സിലബസ് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഒരു റാങ്ക് ഫയൽ മേടിക്കുക. ഓരോ ദിവസവും ഓരോരോ പോർഷനായിട്ട് കംപ്ലീറ്റ് ചെയ്യുക. ഓരോ ദിവസവും ഓരോരോ പോർഷനായിട്ട് ഒരു 1 മണിക്കൂർ വെച്ച് സ്പെൻഡ് ചെയ്താൽ പോലും ഒരു 12 മാസം കൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ടോപ്പിക്ക് ഫുള്ളായിട്ട് കവർ ചെയ്യാനായിട്ട് സാധിക്കും. വളരെ ഈസി ആയിട്ട് കവർ ചെയ്യാനും എക്സാമിനേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് ഒരു പേടിയില്ലാതെ എക്സാമിനേഷൻ എഴുതാനും ഏറ്റവും അടുത്ത റാങ്കുകളിലൊക്കെ വരാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ ഒരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വളരെ ചെറിയ അളവിൽ ഒരു ചെറിയ എമൗണ്ട് ചാർജ് ചെയ്തുകൊണ്ട് PSC ക്ലാസ്സുകളൊക്കെ കൊടുക്കുന്ന ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതിൽ നല്ല ഒരെണ്ണം നോക്കി നിങ്ങൾ പർച്ചേസ് ചെയ്താൽ അതായിരിക്കും ഏറ്റവും നല്ലതെന്ന് ഞാനത് സജസ്റ്റ് ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചാൽ, യൂട്യൂബിലും ക്ലാസ്സുകളൊക്കെ ഉണ്ട്. പക്ഷേ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ കൊടുക്കുന്ന ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ അത് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ സിലബസ് വെച്ചിട്ടുള്ള ക്ലാസ്സുകൾ കിട്ടും. നിങ്ങൾക്ക് ഈവൻ നിങ്ങളുടെ യാത്രയിൽ പോലും നിങ്ങൾക്കത് കേൾക്കാനും അവരുടെ തന്നെ PDF നോട്ടുകളൊക്കെ ഡൗൺലോഡ് ചെയ്ത് വായിക്കാനും ഒക്കെ സാധിക്കും. അതായിരിക്കും ഏറ്റവും ഫലപ്രദമായ ഒരു കാര്യം. നിങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പാണ്, ഏതെങ്കിലും നല്ലൊരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് കൃത്യമായിട്ട് ഡെയിലി ഒരു 1 മണിക്കൂർ വെച്ച് പഠിക്കുകയാണെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് പോർഷൻ വളരെ ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാനും. ഇതിനകത്ത് പ്രധാനമായിട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻസിയാണ്. എല്ലാ ദിവസവും 1 മണിക്കൂർ നിങ്ങൾ അതിനുവേണ്ടി മാറ്റി വെക്കുക എന്നുള്ളതാണ്.
അങ്ങനെയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ജോലി കരസ്ഥമാക്കാനായിട്ട് സാധിക്കും. ഈവൻ നിങ്ങൾ ഇപ്പോൾ ഒരു 12th പഠിക്കുന്ന ഒരാളാണെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾക്ക് സ്റ്റഡി സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളൊരു 18 ഇയേഴ്സ് ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനും എക്സാമിനേഷൻ എഴുതാനും നിങ്ങൾ ഡിഗ്രിയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഒരു പക്ഷേ നിങ്ങളൊരു ഗവൺമെൻറ് ജോലിക്കാരനായി മാറാനുള്ള സാധ്യതയുണ്ട്. കാരണം 12th കഴിഞ്ഞ് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ജോലിയിൽ പ്രവേശിക്കാൻ കഴിഞ്ഞാൽ 18 ഇയേഴ്സിന് ശേഷം നിങ്ങൾക്ക് പ്രവേശിക്കാനായിട്ട് സാധിച്ചാൽ നിങ്ങൾക്ക് പ്രൈവറ്റായിട്ടൊക്കെ ഡിഗ്രി എഴുതാം. ഡിഗ്രിയൊക്കെ പഠിക്കുന്നതിന് വലിയ പാടൊന്നുമില്ല, കോളേജിൽ പോയി തന്നെ പഠിക്കണമെന്നൊന്നുമില്ല. ഈവൻ കാരണം LDC പോലെയുള്ള ജോബ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ക്ലർക്ക് ലെവലിലാണ് കയറുന്നെങ്കിൽ പോലും പടിപടിയായിട്ട് അതിന് നല്ല പ്രൊമോഷൻ കിട്ടുന്നതാണ്. കാരണം ഇപ്പോൾ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ആണെങ്കിൽ ഒരു LD ക്ലർക്കായിട്ട് കയറുന്ന ആള് ഭാഗ്യമുണ്ടെങ്കിൽ ഒരു ഡെപ്യൂട്ടി കളക്ടറൊക്കെ ആയിട്ട് റിട്ടയർ ചെയ്യാനായിട്ട് സാധിക്കും. എന്താണെങ്കിലും വില്ലേജ് ഓഫീസർ അല്ലെങ്കിൽ ഒരു തഹസിൽദാർ അവിടെ വരെയൊക്കെ മിക്കവാറും ഒക്കെ പോകാൻ വളരെയധികം സാധ്യത കൂടുതലാണ്. അപ്പോൾ ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ മുന്നിലുണ്ട്. അത് ഫലപ്രദമായി ഉപയോഗിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് +2 പഠിക്കുന്ന അല്ലെങ്കിൽ ഡിഗ്രിയിൽ പഠിക്കുന്ന ആൾക്കാർക്ക് ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു ആപ്ലിക്കേഷനൊക്കെ ഡൗൺലോഡ് ചെയ്ത് കൃത്യമായിട്ട് പഠിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ജോലി തേടിയാതെ ഒരുപാട് അലയേണ്ടി വരില്ല. നിങ്ങൾക്ക് വ്യക്തമായി മറ്റൊരു ലക്ഷ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ട് പോകണം. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഗവൺമെൻറ് ജോലി കിട്ടിയാലേ ജീവിതം സക്സസ്ഫുൾ ആകും എന്നൊന്നുമില്ല കേട്ടോ. പക്ഷേ ചിലർക്കെങ്കിലും ജീവിതം സക്സസ്ഫുൾ ആക്കണമെങ്കിൽ ഗവൺമെൻറ് ജോലി തന്നെ വേണം. അപ്പം നിങ്ങൾ അതിന് ടാലൻ്റുള്ള ആളാണെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ശ്രമിക്കണം. മറ്റുള്ളവരെ ഒന്നും ചിന്തിക്കേണ്ട, മറ്റുള്ളവർ എന്ത് പറയുന്നു അതൊന്നും ചിന്തിക്കേണ്ട. നിങ്ങൾക്ക് കഴിവുണ്ട്. പിന്നെ മോക്ക് ടെസ്റ്റുകൾ എഴുതുക. ഇങ്ങനെയൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഈ എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. 100% ഷുവറാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ ശ്രമിച്ചു നോക്കുക. എന്തിനാണ് നിങ്ങൾക്കുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി നിങ്ങളായി മറ്റുള്ളവരുടെ സംസാരം കേട്ട് നഷ്ടപ്പെടുത്തി കളയുന്നത്? തീർച്ചയായിട്ടും നിങ്ങളെ കൊണ്ട് സാധിക്കും. പടിപടിയായിട്ട് പഠിച്ചു പോവുക. സ്പെഷ്യലി ഇപ്പം +2 പഠിക്കുന്നവർ അല്ലെങ്കിൽ ഡിഗ്രി പഠിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ശ്രമിച്ചു നോക്കുക. നിങ്ങളുടെ ജീവിതം വളരെ സക്സസ്ഫുൾ ആകും നിങ്ങൾക്കൊരു ഗവൺമെൻറ് ജോലി കിട്ടിയാൽ. അതുകൊണ്ട് മാത്രമല്ല മറ്റ് ജോലികളും നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. പക്ഷേ ചിലരുടെയെങ്കിലും ജീവിതം സക്സസ്ഫുൾ ആക്കുവാനായിട്ട് ഗവൺമെൻറ് ജോലിന് സാധിക്കാറുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ശ്രമിക്കുക. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.